ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:32 കുംഭക്കൂറിൽ ചതയം നക്ഷത്രത്തിൽ കൃഷ്ണപക്ഷ ദ്വാദശിയും വരാഹ കരണവും ശുഭ്രനാമ നിത്യയോഗവും കൂടിയ സമയത്താണ് ഈ വർഷത്തെ മേട വിഷു സംക്രമം. സൂര്യോദയത്തിന് ശേഷം വിഷു സംക്രമം വരുന്നതിനാൽ വിഷുക്കണിയും വിഷു ആഘോഷവും ഈ വർഷം മേടൻ 2-ാം തീയതി ബുധനാഴ്ചയാണ് ആഘോഷിക്കേണ്ടത്. സംക്രമ സമയത്ത് ചന്ദ്രൻ കൃഷ്ണപക്ഷ ദ്വാദശിയിൽ ചതയം നക്ഷത്രത്തിലാണ്. ശുക്രൻ മേടൻ രാശിയിലും ബുധനും ശനിയും ചൊവ്വയും മീനം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സഞ്ചരിക്കുന്നു. ഈ വർഷത്തെ വിഷുഫലം പൊതുവെ എല്ലാ നാളുകാർക്കും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അനുകൂലമായിരിക്കും. ജൂൺ 2-ാം തീയതി വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലേക്ക് മാറുന്നതോടെ കുറേ കാലമായി കഷ്ടത അനുഭവിച്ചിരുന്ന നക്ഷത്രക്കാർക്ക് ഈശ്വര അനുഗ്രഹത്താൽ ശുഭപ്രതീക്ഷയ്ക്ക് അവസരം വന്നു ചേരുന്നതാണ്. ഇവയൊക്കെയും കൂടാതെ നവഗ്രഹങ്ങളുടെ ഗോചരഫലവും കൂടി പരിഗണിച്ച് അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഈ വർഷത്തെ വിഷുഫലം ഇവിടെ പ്രതിപാദിക്കുന്നു. ഈ വർഷത്തെ വിഷുഫലം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രായേണ അനുകൂലമാണ്. തൊഴിൽ രംഗത്ത് ഉയർച്ചയുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ ലഭിക്കും. ഉച്ചരാശിയിലേക്ക് സംക്രമിക്കുന്ന വ്യാഴം കർമ്മഭാവത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നതിനാൽ കർമ്മരംഗം പുഷ്ടിപ്പെടുന്നതാണ്. ഗൃഹനിർമ്മാണം സാധ്യമാകും. പണി തീരാത്ത വീട് നിർമ്മാണം പൂർത്തിയാക്കുവാൻ സാധിക്കും. പുതിയ വാഹനം സ്വന്തമാക്കും. മനോബലം വർദ്ധിക്കും. അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് തിരികെ മടങ്ങാനാവും. സാമ്പത്തിക രംഗം ഭദ്രമായിരിക്കും. കടബാധ്യതകൾക്ക് പരിഹാരമാകും. വ്യാപാര വിപണന രംഗത്ത് ലാഭം വർദ്ധിക്കും. സുഹൃത്തുക്കളുടെ പിന്തുണ ഉണ്ടാകും. കുടുംബത്തിൽ സമാധാനം പുലരും. മാതൃസ്വത്ത് അനുഭവ യോഗ്യമാകും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സമ്മാനിതരാകും. ഇടയ്ക്ക് ആലസ്യവും നിരുന്മേഷതയും കൂടി അനുഭവപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിഷുഫലം ഏറെ അനുകൂലമാണ്. പൊതുവെ മനസ്സമാധാനം അനുഭവപ്പെടും. കാര്യങ്ങളിൽ വിജയവും നേട്ടവും ഉണ്ടാകും. ആത്മവിശ്വാസം ഉയരും. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതാണ്. ആത്മീയ സാധനങ്ങൾക്ക് മുടക്കം വരില്ല. കർമ്മരംഗത്ത് വളർച്ചയും പുരോഗതിയും ഉണ്ടാകും. സാമ്പത്തിക രംഗം സുസ്ഥിരമായിരിക്കും. പുതിയ വീട് നിർമ്മിക്കുകയോ വാങ്ങുകയോ ചെയ്യും. വീട് നവീകരിക്കുകയോ മോടി പിടിപ്പിക്കുകയോ ചെയ്യുന്നതാണ്. ധനക്ലേശത്തിന് വിരാമം ആകും. നിക്ഷേപങ്ങൾ ബുദ്ധിപൂർവ്വം നിർവഹിക്കും. 7.5 ശനിയുടെ കാലം ആയതിനാൽ മാനസികമായ മരവിപ്പ് അനുഭവപ്പെട്ടേക്കാം. മുതിർന്നവരുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായേക്കും. 11-ലെ രാഹു രഹസ്യ ഇടപാടുകളിൽ വിജയം നേടിത്തരും. വളഞ്ഞ വഴികളിലൂടെയും ധനം വന്നുചേരും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അന്യദേശത്തോ വിദേശത്തോ അവസരം സിദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ച അനിവാര്യമായി വരും. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിഷുഫലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. എങ്കിലും ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കും. നിലവിലെ സാഹചര്യത്തിൽ നിന്നും പിന്നോട്ട് പോകേണ്ടി വരില്ല. ജോലി തേടുന്നവർക്ക് അർഹതയ്ക്ക് അനുസരിച്ചുള്ള അവസരം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം സാധ്യമാകും.
ലോൺ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. സ്വന്തം വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും. പാരമ്പര്യ ബിസിനസ് കാലോചിതമായി പരിഷ്കരിക്കും. പിണക്കത്തിലായ ബന്ധുക്കളുമായി ഇണക്കത്തിലാകും. യുവജനങ്ങൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. ഉന്നതരുടെ പിന്തുണ ലഭിക്കുന്നതാണ്. പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ശോഭിക്കുവാൻ കഴിയും. കലാപ്രവർത്തന രംഗത്ത് ശോഭിക്കുകയും പുരസ്കാരവും അഭിനന്ദനവും നേടുകയും ചെയ്യും. സഹോദരങ്ങളുമായുള്ള വ്യവഹാരം ഒത്തുതീർപ്പാകും. ആരോഗ്യകാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽ തേടുന്നവർക്കും ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭിക്കുന്നതാണ്. സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നിരാശ ആയിരിക്കും ഫലം. കടബാധ്യതകൾ യഥാസമയം കൊടുത്തു തീർക്കുന്നതാണ്. പലരും സഹായിക്കാനായി മുന്നോട്ട് വരും. പല മേഖലകളിൽ നിന്നും ധനം വന്നു ചേരും. ഗൃഹനിർമ്മാണം പല കാരണങ്ങളാൽ വൈകുന്നതാണ്. പ്രണയം വിവാഹത്തിൽ കലാശിക്കും. ശനി ലാഭസ്ഥാനത്ത് മാറ്റമില്ലാതെ തുടരുന്നത് പല നിലയ്ക്കും നേട്ടങ്ങൾ സമ്മാനിക്കും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സമ്മാനിതരാകും. സഹോദരങ്ങളുടെ സഹായം ലഭിക്കും. സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച വിഷയത്തിൽ ഉന്നത പഠനത്തിന് അവസരം സിദ്ധിക്കും. കലാ സാഹിത്യ രംഗത്ത് മികച്ച അവസരങ്ങൾ വന്നുചേരും. എന്നാൽ കർമ്മരംഗത്ത് ഇടയ്ക്കിടെ ആലസ്യം പിടികൂടുവാനും സാധ്യതയുണ്ട്. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മിശ്ര ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത്. തൊഴിൽ തേടുന്നവർക്ക് അർഹതയ്ക്ക് അനുസരിച്ചുള്ള പദവി ലഭിക്കുന്നതാണ്. നിലവിലെ ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. ഭൂമിയിൽ നിന്നും ആദായം ഉണ്ടാകും. ഭൂമി ക്രയവിക്രയത്തിലെ തടസ്സങ്ങൾ നീങ്ങും. അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജന്മനാട്ടിലേക്ക് മടങ്ങുവാൻ ആകും. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കും. തുടങ്ങിവെച്ചവ വിജയിപ്പിക്കുവാനും കഴിഞ്ഞേക്കും. വ്യാപാര വിപണന രംഗം ലാഭകരമാകും. ഏജൻസി കമ്മീഷൻ മേഖലയിലും നേട്ടമുണ്ടാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. 2 സ്ഥലങ്ങളിലായി ജോലി ചെയ്യുന്ന ദമ്പതിമാർക്ക് ഒരിടത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കുന്നതാണ്. കെട്ടിട നിർമ്മാണത്തിന് വായ്പ ലഭിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. ഭാവിയിൽ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളിൽ നിക്ഷേപങ്ങൾ സാധ്യമാകും. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മെയ് 2 വ്യാഴം ഉച്ചരാശിയിൽ ധനഭാവത്തിലേക്ക് സംക്രമിക്കുന്നതിനാൽ പലവിധ നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശോഭിക്കുന്നതാണ്. തൊഴിൽ തേടുന്നവർക്ക് അർഹതയ്ക്ക് അനുസരിച്ചുള്ള ജോലിയിൽ പ്രവേശിക്കുവാൻ ആകും. അവിവാഹിതർക്ക് വിവാഹ സാഫല്യം ഉണ്ടാകും. സ്വയം തൊഴിൽ മേഖലയിൽ അല്പം മങ്ങൽ ഉണ്ടായേക്കാം. സഹപ്രവർത്തകരുടെ പിന്തുണയും പ്രതീക്ഷിച്ച പോലെ ലഭിച്ചേക്കില്ല. ദൗത്യങ്ങൾ നീട്ടിവയ്ക്കുന്ന പ്രവണത ദോഷം ചെയ്യും. പൈതൃക സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ കരുതൽ വേണം. അന്യദേശത്തോ വിദേശത്തോ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ മുന്നേറ്റം ദൃശ്യമാകും. പുതിയ വീട് നിർമ്മിക്കുകയോ വാങ്ങുകയോ ചെയ്യും. പുതിയ വാഹനം അധീനതയിൽ വന്നുചേരും. സാമ്പത്തിക ബാധ്യതകൾക്ക് കുറേയൊക്കെ പരിഹാരമാകും. വാക്കുകൾ ശ്രദ്ധേയവും ആകർഷണീയവും ആകും. പ്രഭാഷകരും പിന്നണി ഗായകരും പ്രശസ്തി ആർജിക്കും. പുണർന്നം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യ 2 മാസക്കാലം വലിയ പ്രതീക്ഷകൾക്ക് സാധ്യതയില്ല എങ്കിലും ജൂൺ മുതൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തടസ്സം നീങ്ങുകയും ഉന്നത വിജയം നേടുവാനും സാധിക്കും. തൊഴിൽ രംഗത്തെ കുഴപ്പങ്ങൾക്ക് പരിഹാരമാകും. തൊഴിൽ തേടുന്നവർക്ക് ആഗ്രഹിച്ച ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് പദവിയിൽ ഉയർച്ചയുണ്ടാകും.
സ്ഥാനക്കയറ്റമോ വേതന വർധനവോ ഉണ്ടാകുന്നതാണ്. അവിവാഹിതർക്ക് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. കലാകാരന്മാർക്ക് മികച്ച അവസരങ്ങളും സ്ഥാനമാനങ്ങളും ലഭിക്കും. സ്വന്തം വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും. സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കും. നിക്ഷേപങ്ങൾ സാധ്യമാകും. കണ്ടകശനിയുള്ള കാലമായതിനാൽ ഒരു കരുതൽ വേണ്ടതാണ്. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടും. ആത്മീയ കാര്യങ്ങളിലും വളർച്ച ഉണ്ടാകും. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് അനുകൂല സാഹചര്യം അല്ല. വലിയ തോതിൽ മുതൽ മുടക്കുന്നതും കരുതലോടെ വേണം. ലക്ഷ്യത്തിലെത്താൻ പരിശ്രമങ്ങൾ ആവർത്തിക്കേണ്ടി വരും. ബന്ധുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹകരണം കുറയും. കാര്യസാധ്യത്തിന് സഹിഷ്ണുത പാലിക്കണം. പഠനം, തൊഴിൽ എന്നിവയ്ക്കായി വിദേശത്ത് പോകുവാൻ കഴിയുന്നതാണ്. ഏജൻസി, കമ്മീഷൻ വ്യാപാരം ലാഭകരമാകും. കരാർ പണികളിൽ തുടർച്ചയുണ്ടാകും. ഗൃഹനിർമ്മാണം മന്ദഗതിയിലാകും. അവിവാഹിതരുടെ വിവാഹ സ്വപ്നം സഫലമാകുന്നതാണ്. പല കാര്യസാധ്യത്തിനും രാഷ്ട്രീയ ശുപാർശ ആവശ്യമായേക്കും. പ്രണയം വിവാഹത്തിൽ കലാശിക്കും. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തിരിച്ചടികൾ ഏതു ഭാഗത്തു നിന്നായാലും അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. സന്താനഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്താനഭാഗ്യം ഉണ്ടാകും. ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയിക്കും. പൊതുവെ ഭാഗ്യപുഷ്ടി ഉണ്ടാകുന്നതാണ്. അധികാരമുള്ള പദവികൾ ലഭിക്കും. ധനവരവ് മോശമാകില്ല. അതുപോലെ ചെലവ് വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില തടസ്സങ്ങൾക്കും ആലസ്യത്തിനും സാധ്യതയുണ്ട്. മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവപ്പെട്ടേക്കും. ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആശുപത്രിവാസത്തിനും യോഗമുണ്ട്. വാഹനം ഉപയോഗിക്കുന്നതിൽ കരുതൽ വേണം. സ്വതസിദ്ധമായ കഴിവുകൾ ചിലപ്പോൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞു എന്ന് വരില്ല. മാതാപിതാക്കളിൽ നിന്നും അകന്നു കഴിയേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിഷുഫലം ഒരു തരത്തിൽ അനുകൂലമാണ്. ഐശ്വര്യം വർദ്ധിക്കും. ധനപരമായ കാര്യങ്ങളിൽ കരുതൽ അനിവാര്യമാണ്. വ്യക്തിജീവിതത്തിലും തൊഴിൽ രംഗത്തും പിരിമുറുക്കം അനുഭവപ്പെടും. ക്ഷോഭം നിയന്ത്രിക്കേണ്ടതാണ്. തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ കരുതൽ വേണം. തൊഴിൽ തേടുന്നവർക്കും ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്കും പുതിയ തൊഴിലിനായുള്ള പരിശ്രമം വിജയിക്കുന്നതാണ്. വ്യാപാര വിപണന രംഗത്ത് നേട്ടമുണ്ടാകും. അന്യദേശത്തോ വിദേശത്തോ പഠനം, ജോലി എന്നിവ സാധ്യമാകും. പുതിയ വീട് വാങ്ങുന്നതിനോ നിർമ്മാണം തുടങ്ങുന്നതിനോ സാധിക്കുന്നതാണ്. പുതിയ വാഹനം വാങ്ങുന്നതാണ്. സന്താനങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ബാധ്യതകൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ആരോഗ്യകാര്യത്തിൽ കരുതൽ വേണം. ശാരീരിക പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കും. ചില പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. തൊഴിൽ തേടുന്നവർക്ക് അന്യദേശത്താവും നല്ല അവസരങ്ങൾ ലഭിക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് ഉയർച്ചയ്ക്ക് പല തടസ്സങ്ങളും ഉണ്ടാകും. പുതിയ വാഹനം സ്വന്തമാക്കും. ഗൃഹനിർമ്മാണ രംഗം പുരോഗമിക്കും. ബിസിനസ്സിൽ ധനവരവ് മോശമാകില്ല. വ്യാപാര വിപണന രംഗത്ത് വിപണിയിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കും. ഭൂമി സംബന്ധിച്ച തർക്കങ്ങൾ നീണ്ടുപോകും. ബന്ധങ്ങൾ സുദൃഢമാകുവാൻ വിട്ടുവീഴ്ച വേണ്ടിവരും. പ്രണയം പുഷ്ടിപ്പെടും. സന്താനങ്ങളുടെ ഭാവിയിലേക്ക് ഉതകുന്ന നിക്ഷേപങ്ങൾ നടത്തും. ആരോഗ്യ പരിരക്ഷ അനിവാര്യമാണ്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിഷുഫലം സാമാന്യം അനുകൂലമാണ്. കാര്യസാധ്യം വേഗത്തിലാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർച്ചയുണ്ടാകും. അധികം അധ്വാനിക്കാതെ തന്നെ നേട്ടങ്ങൾ സ്വന്തമാക്കും. അധികാരികളുടെ പ്രീതി നേടുവാനാകും. പുതിയ സംരംഭങ്ങൾക്ക് സർക്കാരിൽ നിന്നുമുള്ള അനുമതികൾ വേഗത്തിൽ ലഭിക്കും. വിഭവ സമാഹരണം സാധ്യമാകും.
അവിവാഹിതർക്ക് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനാകും. പാരമ്പര്യ സ്വത്തിൽ നിന്നും ആദായം ലഭിക്കും. കൂട്ടുകച്ചവടം തൃപ്തികരമായിരിക്കും. എന്തും ചെയ്യുവാനുള്ള വൈഭവം അംഗീകരിക്കപ്പെടും. അധികാര മത്സരങ്ങളിൽ വിജയം വരിക്കും. പുതിയ വാഹനം വാങ്ങും. പുതിയ വീട് നിർമ്മിക്കുകയോ വാങ്ങുകയോ ചെയ്യും. ആരോഗ്യകാര്യത്തിൽ കരുതൽ വേണം. സാമ്പത്തിക ഇടപാടുകളിലും ശ്രദ്ധ കുറയരുത്. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിഷുവനം വളരെ അനുകൂലമാണ്. അധ്വാനത്തിന് അംഗീകാരം ലഭിക്കും. കർമ്മരംഗത്ത് പദവിയിൽ ഉയർച്ചയുണ്ടാകും. ആദായം വർദ്ധിക്കും. എതിർപ്പുകളെ മറികടക്കുവാൻ ആകും. ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ നിർവഹണത്തിൽ എത്തിക്കും. സർഗാത്മകമായ കഴിവുകളിലൂടെ കീർത്തി നേടും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സമ്മാനിതരാകും. ദാമ്പത്യത്തിൽ പിണക്കങ്ങളും ഇണക്കങ്ങളും തുടർന്നേക്കും. പ്രണയം വിവാഹത്തിലെത്താൻ കഴിയണമെന്നില്ല. ഭാവിയിൽ പ്രയോജനപ്രദമാകുന്ന കാര്യങ്ങളിൽ പണം നിക്ഷേപിക്കും. വിദ്യാർത്ഥികൾ പഠനം മികച്ച രീതിയിൽ പൂർത്തിയാക്കും. പുതിയ വീട് സ്വന്തമാക്കും. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല പ്രയാസങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരും. മനോബലം ചോർന്നു പോകുന്നതായി തോന്നുന്നതാണ്. പല കാര്യങ്ങളും സാധിക്കുവാൻ പരസഹായം വേണ്ടിവരും. എന്നാൽ പ്രതിസന്ധികളെ പ്രതിരോധിക്കുവാൻ കഴിയും. വേണ്ട പോംവഴികൾ യഥാസമയത്ത് കൈവന്നു ചേരും. തിടുക്കവും അനാവശ്യമായ മത്സരബുദ്ധിയും ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും. ഭൂമി ക്രയവിക്രയത്തിൽ തടസ്സം ഉണ്ടാകില്ല. വ്യവഹാരങ്ങൾ തീർപ്പാകുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് നേട്ടങ്ങൾ കുറയും. ബിസിനസ്സിൽ വളർച്ചയുണ്ടാകും. വ്യാപാര വിപണന രംഗത്ത് ലാഭം വർദ്ധിക്കും. അന്യദേശത്തോ വിദേശത്തോ പഠനം, തൊഴിൽ എന്നിവ സാധ്യമാകും. ധനവരവിന് മങ്ങലുണ്ടാകില്ല. പ്രണയം പുഷ്കലമാകും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മിശ്ര ഫലങ്ങളാവും അനുഭവത്തിൽ വരുന്നത്. 9ഉം 10ഉം ഭാവങ്ങളിലായി വ്യാഴവും 6ാം ഭാവത്തിൽ ശനിയും സഞ്ചരിക്കുന്നത് പലവിധ നേട്ടങ്ങൾക്കും കാരണമാകും. പുതിയ ആശയങ്ങളും നല്ല തീരുമാനങ്ങളും ഉണ്ടാകും. എന്നാൽ അവ സാക്ഷാത്കരിക്കുക വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പിന്തുണ ഉയരുന്നതാണ്. ബിസിനസ് പുഷ്ടിപ്പെടുത്തുവാൻ സാധിക്കും. ലോൺ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാതിരിക്കാൻ കുറച്ചൊക്കെ ത്യാഗം സഹിക്കേണ്ടി വരും. അന്യദേശത്തോ വിദേശത്തോ പോകുവാൻ അവസരം സിദ്ധിക്കും. വീട് പണി പൂർത്തിയാക്കുവാൻ കഴിഞ്ഞേക്കും. വീട് മോടി പിടിപ്പിക്കുവാനും അവസരം സിദ്ധിക്കുന്നതാണ്. നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ കരുതൽ വേണം. പ്രണയം പൂവണിയും. ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതായിരിക്കും. കടബാധ്യതകൾക്ക് ഒട്ടൊക്കെ പരിഹാരമാകും. വ്യാഴവും ശനിയും അനുകൂല ഭാവങ്ങളിൽ ആയതിനാൽ തൊഴിൽ രംഗത്ത് മുന്നേറ്റം ദൃശ്യമാകും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് എന്നിവ ഉണ്ടാകും. അന്യനാട്ടിൽ കഴിയുന്നവർ അവിടെ തന്നെ ജീവിതം തുടരാനാണ് സാധ്യത. ജോലി തേടുന്നവർക്ക് നല്ല അവസരം വന്നു ചേരും. വ്യാപാര വിപണന രംഗം ലാഭകരമാകും. സാമൂഹിക രംഗത്തെ പ്രതിബദ്ധത സമാദരിക്കപ്പെടും. ഗൃഹം മോടി പിടിപ്പിക്കുകയോ പുതുക്കി പണിയുകയോ ചെയ്യും. അയൽ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതാണ്. സുഹൃത്തുക്കൾക്കൊപ്പം ഉല്ലാസയാത്രകൾക്ക് അവസരം സിദ്ധിക്കും. സന്താനങ്ങളുടെ ഉന്നത പഠനം, ജോലി എന്നിവ സാധ്യമാകും. യുവജനങ്ങളുടെ വിവാഹ സ്വപ്നം സാഫല്യമാകും. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിഷു സംക്രമത്തിൽ വ്യാഴം അഷ്ടമത്തിൽ ആയതിനാൽ അടുത്ത 3 മാസം കൂടി കാര്യതടസ്സങ്ങൾ ഉണ്ടായേക്കാം. ജൂൺ പകുതി മുതൽ പല നേട്ടങ്ങളും ഉണ്ടാകും. പൊതുരംഗത്ത് ജനപ്രീതിയും അധികാരപ്രാപ്തിയും ഉണ്ടാകും. ധനാഗമം സുഗമമാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവുണ്ടാകും. തൊഴിൽ തേടുന്നവർക്ക് ജോലി ലഭിക്കും. തെറ്റുകൾ സ്വയം തിരുത്തുവാനുള്ള ആർജവം ഉണ്ടാകുന്നതാണ്. അവിവാഹിതർക്ക് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനാകും.
സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനപ്രാപ്തി ഉണ്ടാകും. പഴയ വീട് പുതുക്കി പണിയും. പുതിയ വീട് ആഗ്രഹിക്കുന്നവർ അത് സ്വന്തമാക്കും. വാഹനം വാങ്ങുവാൻ യോഗമുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ സമ്പാദിക്കുവാൻ സാധിക്കും. പുതിയ സംരംഭങ്ങളുമായി മുന്നോട്ട് പോകും. രോഗഗ്രസ്തർക്ക് രോഗമുക്തി ലഭിക്കും. രാഷ്ട്രീയ രംഗത്ത് ജനകീയ അടിത്തറയിൽ ഇളക്കമുണ്ടാകില്ല. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്ദ്ര നക്ഷത്രദേവതയെ വരുന്ന ഇവർക്ക് ഇനി നേട്ടങ്ങളുടെ കാലമാണ്. വ്യാഴം അഷ്ടമത്തിൽ നിന്നും ജൂണിൽ ഭാഗ്യസ്ഥാനത്തേക്ക് ഉച്ചരാശിയിൽ എത്തുന്നു. 5-ലെ ശനിക്കും മാറ്റമില്ല. 4-ലെ രാഹു ഡിസംബറിൽ ഇഷ്ടഭാവത്തിലേക്ക് മാറുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിലവാരം ഉയരും. കാലഘട്ടത്തിൻ്റെ പ്രസക്തമായ കോഴ്സുകളിൽ ഉപരിപഠനം സാധ്യമാകും. വിദേശ ജീവിതത്തിനുള്ള സാഹചര്യം ഉണ്ടായേക്കാം. സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ താരപരിവേഷം ഉണ്ടാകും. വിവാഹ ആലോചനകൾ ഫലവത്താകും. വീട് പണി പൂർത്തിയാക്കും. സംഘടനകളിൽ നേതൃപദവി ലഭിക്കുന്നതാണ്. പല നിലയ്ക്കും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാലമായിരിക്കും. പല മേഖലകളിൽ നിന്നും ധനം വന്നു ചേരും. ധനവരവിന് മങ്ങലുണ്ടാകില്ല. അനാവശ്യമായ ഉത്കണ്ഠകൾ ഒഴിവാക്കേണ്ടതാണ്. മൂലനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിഷുഫലം അനുകൂലമായിരിക്കും. തൊഴിലിൽ മുന്നേറ്റം ദൃശ്യമാകും. സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള പരിശ്രമം ഫലവത്താകുന്നതാണ്. പ്രതിസന്ധികളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പോംവഴി കണ്ടെത്തും. വസ്തു, വീട് അല്ലെങ്കിൽ ഫ്ലാറ്റോ വാങ്ങുവാൻ ആകും. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച വിഷയത്തിൽ ഉപരിപഠനം നടത്തുവാനാകും. വിദേശത്ത് പോകുവാനുണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങുന്നതാണ്. ഗാർഹിക ജീവിതത്തിൽ അല്പം സമാധാനം കുറയും. ദാമ്പത്യ ജീവിതത്തിലെ അസംതൃപ്തി അനുരഞ്ജനത്തിലൂടെ പരിഹരിക്കും. ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കുന്നതിന് പിഴ കൊടുക്കേണ്ടതായി വരാം. ജോലിയിൽ നിന്നും വിരമിച്ചവർക്ക് ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭിക്കും. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടും. ആത്മീയ കാര്യങ്ങൾക്കും സമയം കണ്ടെത്തും. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിഷുഫലം ഏറെക്കുറെ അനുകൂലമാണ്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നിവകളെ സമന്വയിപ്പിക്കുവാൻ സാധിക്കും. തൊഴിൽ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. സഹജമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. തൊഴിലിടത്തിൽ അംഗീകാരം ലഭിക്കുന്നതാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വേതന വർധനവ് ഉണ്ടാകും. ചെറുകിട സംരംഭകർക്ക് അത് വിപുലീകരിക്കുവാൻ സാധിക്കും. വ്യാപാര വിപണന രംഗത്ത് ലാഭം വർദ്ധിക്കും. മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഗുണകരമാകും. അവിവാഹിതർക്ക് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. ചെറുയാത്രകൾ, വിനോദസഞ്ചാരം മുതലായവയ്ക്ക് സാഹചര്യം ഒത്തുവരുന്നതാണ്. കുടുംബജീവിതം സാധാരണ പോലെ തുടരുന്നതാണ്. വീട് മോടി പിടിപ്പിക്കും. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം. ആഡംബര ചെലവുകൾ നിയന്ത്രിക്കേണ്ടതാണ്. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിഷുഫലം നല്ല അനുഭവങ്ങൾ സമ്മാനിക്കുന്നതായിരിക്കും. ഗോചരവശാൽ ഫലം സമ്മിശ്രമായിരിക്കും. അതിനാൽ വിജയം ഉറപ്പാക്കുവാൻ പരിശ്രമം വേണ്ടിവരും. ആലസ്യവും പിടികൂടിയേക്കാം. പെട്ടെന്നുള്ള തീരുമാനത്തിന് തടസ്സങ്ങളുണ്ടാകും. സംഘടന രംഗത്ത് സ്വാധീനം വർദ്ധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കുവാനാകും. കഴിവുകളെ മേലധികാരികൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. വലിയ മുതൽ മുടക്കുകളിൽ കരുതൽ വേണം. പതിവ് ആരോഗ്യ പരിശോധനകൾ മുടക്കരുത്. ഭാഗ്യപരീക്ഷണങ്ങളിൽ സമ്മാനിതരാകും. ചിട്ടി, ലോൺ എന്നിവയിലൂടെ ധനാഗമം ഉണ്ടാകും. പുതിയ വാഹനം സ്വന്തമാക്കും. കുടുംബത്തിൽ ഐശ്വര്യം പുലരുന്നതാണ്. തെറ്റിദ്ധാരണകൾ നീങ്ങിക്കിട്ടും. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനി ഇഷ്ടഭാവത്തിലും വ്യാഴം 6ഉം 7ഉം ഭാവങ്ങളിലുമായി സഞ്ചരിക്കുന്നു. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാനാകും. നിക്ഷേപങ്ങളിൽ നിന്നുമുള്ള ലാഭം വർദ്ധിക്കും. മുതിർന്നവരുടെ പിന്തുണ ലഭിക്കുന്നതാണ്. തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കും. 2 ദിക്കിൽ ജോലി ചെയ്യുന്ന ദമ്പതിമാർക്ക് ഒരിടത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കും. സന്താനങ്ങളുടെ നിലപാടുകളെ മനസ്സിലാക്കും.
കൂട്ടുകച്ചവടം മെച്ചപ്പെടുന്നതാണ്. ധനവരവിൽ മങ്ങലുണ്ടാകില്ല. സംരംഭങ്ങൾക്ക് സർക്കാർ അനുമതികൾ വേഗത്തിൽ ലഭിക്കും. കലാപ്രവർത്തന രംഗത്ത് നേട്ടമുണ്ടാകും. പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും. രോഗികൾക്ക് ആശ്വാസം ഭവിക്കും. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സൂര്യസംക്രമം നടന്നത് 2ാം നക്ഷത്രമായ ചതയം നക്ഷത്രത്തിലാണ്. സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത്. കാര്യവിജയത്തിന് കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. സുലഭ വസ്തുക്കൾ ദുർലഭം ആയേക്കും. ലാഘവത്വം ഉപേക്ഷിക്കേണ്ടതാണ്. സുഹൃത്തുക്കളോ ബന്ധുക്കളോ തെറ്റിദ്ധാരണയാൽ ശത്രുപക്ഷത്ത് ചേരാൻ ഇടയുണ്ട്. ധനാഗമം മന്ദഗതിയിലാകും. അന്യദേശത്തോ വിദേശത്തോ പഠനം, തൊഴിൽ എന്നിവ സാധ്യമാകും. കുടുംബത്തിന് പിന്തുണ കരുത്തു പകരും. വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം ഗുണഫലങ്ങൾ വർദ്ധിക്കും. സമയോചിതമായി പ്രവർത്തിക്കുവാനും നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും സാധിക്കും. ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിഷുസംക്രമം ചതയം നക്ഷത്രത്തിലാണ്. ഗുണാനുഭവങ്ങൾ കുറയാൻ ഇടയുണ്ട്. അപ്രസക്തമായ കാര്യങ്ങൾ പോലും മനക്ലേശമുണ്ടാക്കും. അഭിപ്രായം പറയുന്നത് കരുതലോടെ വേണം. വേഗത്തിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. സ്വയം തൊഴിൽ മേഖലയിൽ വെല്ലുവിളികൾ ഉയരും. സഹായം കൈപ്പറ്റിയവരും ശത്രുക്കളാകും. തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കും. പഠനം, തൊഴിൽ എന്നിവയ്ക്കായി അന്യദേശവാസം വേണ്ടിവരും. ഉറ്റവരുമായി സ്വത്ത് തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കടബാധ്യതയിൽ നിന്നും മോചനം നേടും. കുടുംബജീവിതത്തിൽ അനൈക്യം ആവർത്തിക്കും. ഈശ്വര സമർപ്പണങ്ങളിലൂടെ സമാധാനം കണ്ടെത്തും. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത്. അധ്വാനം വിലമതിക്കപ്പെടുന്നില്ല എന്ന് തോന്നും. ആഗ്രഹങ്ങളിൽ ചിലത് നേടിയെടുക്കാൻ അതിപ്രയത്നം വേണ്ടിവരും. യഥാർത്ഥ ശത്രു ആരാണ്, ബന്ധു ആരാണ് എന്ന ആശയക്കുഴപ്പങ്ങൾ ഉയരുന്നതാണ്. രോഗികൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. ധനവരവ് മോശമാകില്ല. പാരമ്പര്യമായ തൊഴിലുകളിൽ ശോഭിക്കുന്നതാണ്. ഏജൻസി, കമ്മീഷൻ ഏർപ്പാടുകൾ ലാഭകരമാകും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ നേട്ടമുണ്ടാകും. ചെലവിൻ്റെ കാര്യത്തിൽ മിതത്വം ശീലമാക്കണം. ദാമ്പത്യ ജീവിതത്തിൽ സ്വൈര്യം വന്നും പോയുമിരിക്കും. ഭൂമിയോ പുതിയ വീടോ സ്വന്തമാക്കും. കടബാധ്യതകൾ അധികരിക്കാതിരിക്കാൻ കരുതൽ വേണം. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിഷുഫലം ഉത്രട്ടാതിക്ക് ഗുണം ചെയ്യും. ന്യായമായ ആഗ്രഹങ്ങൾ സഫലമാകും. പദവികൾ ആഗ്രഹിക്കുന്നവർക്ക് അവ ലഭിക്കുന്നതാണ്. ഭാവനാപരമായ പ്രവർത്തനം പുരോഗമിക്കും. കല, പ്രഭാഷണം, സംവാദം തുടങ്ങിയവയിൽ വിജയിക്കും. ധാർമ്മിക കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതാണ്. 7ാം ശനി തുടരുന്നതിനാൽ പ്രതികൂലമായ സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. അലസതയും ആലസ്യവും അനുഭവപ്പെടും. പല കാര്യങ്ങളും സംയോജിതമായി നിർവഹിക്കുന്നതിൽ പിഴവുണ്ടാകും. സാമ്പത്തിക വിനിയോഗത്തിൽ വീഴ്ചകൾ സംഭവിക്കാം. അന്യദേശത്ത് ഉള്ളവർക്ക് ചില പ്രതിസന്ധികളെ നേരിടേണ്ടി വരും. ദീർഘകാലം കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ വിജയിക്കുന്നതാണ്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മർദ്ദങ്ങൾ തുടർക്കഥകളാകും. ആദിയും അന്തവുമില്ലാത്ത വട്ടം ചുറ്റുന്ന സ്ഥിതിയായിരിക്കും. സാമ്പത്തിക രംഗത്തും തൊഴിൽ മേഖലയിലും ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. എന്നാൽ 2 മാസത്തിന് ശേഷം സമാശ്വാസം എത്തുന്നതാണ്. കൂരിരുട്ടിലും വഴികാട്ടികൾ ഉണ്ടാകും. കരുതിയ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചെറിയ സംരംഭങ്ങളിലൂടെ ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ സാധിക്കും. കരാർ പണികൾ ആദായകരമാകും. സന്താനങ്ങൾക്ക് ശ്രേയസ്സുണ്ടാകും. സന്താനങ്ങളുടെ പഠനം, ജോലി എന്നിവയുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾക്ക് വ്യത്യസ്ത സ്ഥലത്ത് താൽക്കാലികമായി പിരിഞ്ഞു താമസിക്കേണ്ടി വരുന്നതാണ്. വലിയ സ്വപ്നങ്ങളെക്കാൾ ചെറിയ ചുവടുവയ്പ്പുകളാവും ഇപ്പോൾ ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുന്നത്. മാനസിക സന്തോഷം അനുഭവപ്പെടും. വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.
കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക.